ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഉണ്ടാക്കണത് ഫിഷ് തേങ്ങാപ്പാൽ റോസ്റ്റ് കറിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ അതിന് ആയിട്ട് എടുത്ത മീൻ, അതായത് കുടുതാണ്. ഞാൻ കുടുതാന്ന് പറയണത്, മറ്റുള്ളവരെന്താ പറയണത് എനിക്കറിയില്ല കേട്ടോ പേര്. അപ്പോൾ വലിയ കുടുതൊന്നുമല്ല കേട്ടോ, ഒരു ചെറിയ കുടുതകൾ കിട്ടിയത്. അപ്പോൾ അതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സാധാരണ നമ്മളെല്ലാവരും ചെയ്യണതില്ലയോ, മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും കായം തേക്കില്ലേ, കായം മസാല ഒക്കെ ഇട്ടിട്ട് ആ കായാണ് തേക്കണത്. ഉപ്പിടുക, മുളക്, മഞ്ഞൾപ്പൊടി, കുറച്ച് ഫിഷ് മസാല, പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അല്ലെങ്കിൽ 1 മണിക്കൂറായാലും കൂടുതൽ ഇരുന്നാലും നല്ലതാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിടിച്ചതിന് ശേഷം നന്നായി വറുക്കാം. മീൻ പൊരിക്കൂലേ, തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമ്മൾ സാധാരണ എല്ലാവരും പൊരിക്കുന്ന എല്ലാവർക്കും അറിയണത് തന്നെ കേട്ടോ. അപ്പോൾ അത് ഞാനങ്ങനെ പറയുന്നത് വിചാരിച്ചിട്ട്, അറിയാത്തൊന്നുമല്ല കേട്ടോ, ഞാൻ വിചാരിച്ചിട്ടല്ല. അപ്പോൾ അത് നന്നായി പൊരിച്ചിട്ട് വേറെ പാത്രത്തിലേക്ക് അത് മാറ്റി വെക്കാം. അത് മാറ്റി വെച്ചിരുന്നെങ്കിൽ അതിലിരുന്നാലും കുഴപ്പമില്ല. വേറെ പാത്രം വെച്ചിട്ട് നമുക്ക് സവോള നന്നായി വഴറ്റിയെടുക്കാം. സവോള ചെറുതാക്കിയിട്ട് അരിഞ്ഞതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കുക. വല്ലാണ്ട് ബ്രൗൺ കളറാവണമെന്നൊന്നുമില്ല, നന്നായി കുഴയുക. ഉപ്പിട്ടിട്ട് നന്നായി വഴറ്റിയാൽ മതി കേട്ടോ, പെട്ടെന്ന് വാടിക്കെടുക്കും. എന്നിട്ട് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മളുടെ മുളകും പൊടി ഇടാം, പിന്നെ മഞ്ഞൾപ്പൊടി ഇടാം, പിന്നെ ഫിഷ് മസാല ഉണ്ടെങ്കിൽ ഇട്ടാൽ ഉള്ള കാരണം ഇട്ടതാട്ടാ, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് എല്ലാതും ഓരോ പ്രാവശ്യം ഇട്ട് കഴിഞ്ഞിട്ട് നന്നായി വഴറ്റി കൊടുക്കട്ടാ. പിന്നെ അതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ടും ഇളക്കി കൊടുക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ നന്നായി പച്ചമണല്ലേ കുത്തൊക്കെ മാറിക്കിട്ടാൻ. അതിന് ശേഷം തക്കാളി ഇട്ടോ. അതിന് മുൻപ് ചിലവർ ഇടണതാണ്, എനിക്കറിയില്ല കേട്ടോ. ഞാൻ അതിന് ശേഷം ഇട്ടത്. തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടി. അപ്പോൾ അത് വെന്ത് കിട്ടിയാൽ നന്നായി പിന്നെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. കുറച്ചൊന്ന് വെന്ത് കിട്ടിയാൽ ഉടച്ചെടുത്താൽ നല്ലൊരു കുഴമ്പ് രൂപത്തിലാവുമല്ലോ. എന്നിട്ട് നന്നായി കുറച്ചൊരു വെള്ളം ചാറിക്കോ, നന്നായി ഡ്രൈ ചെയ്യണമെങ്കിൽ, അതായത് മീനും കൂടി ഇടുമ്പോൾ ഒന്ന് എല്ലായിടത്തുനിന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് നന്നായി എല്ലായിടത്തും ഒന്ന് സെറ്റാക്കി എടുക്കുക. അതിന് ശേഷം എന്നിട്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ട്, അതിലേക്ക് ആവശ്യമുള്ള തേങ്ങ അറിയാമല്ലോ, നമ്മൾ മീൻ കറി എല്ലാവരും വെക്കണമല്ലോ. അപ്പോൾ അതിനാവശ്യമുള്ള തേങ്ങ എടുത്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് ചിരകിയ തേങ്ങ എടുത്തിട്ട് മിക്സിയിലിട്ട് അടിക്കുക. കുറച്ച് വെള്ളം കൂട്ടിയിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് ഈ മാറ്റി വെച്ചില്ലേ നമ്മളുടെ പൊരിച്ചതും മസാലക്കൂട്ടൊക്കെ ആയിട്ടുള്ള ഫിഷില്ലേ, അത് നമുക്ക് വേറൊരു കലത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിക്കണം. തേങ്ങാപ്പാലും ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇത്തിരി ഒന്ന് ചൂടായി വരുമ്പോഴും അതിന് മുന്നായാലും ഒരു കറി, കുറച്ച് വേപ്പിലയും കുറച്ച് കുടംപുളി, ചിലർ മാങ്ങ ഇടുന്ന കാണാം, പക്ഷെ അതിലേക്ക് കുടംപുളി ഉണ്ടാ ടേസ്റ്റ്. കുടംപുളി ഇട്ട് കഴിഞ്ഞാൽ മതി. കുടംപുളി ഇട്ട് കഴിഞ്ഞിട്ട് നന്നായി വരുമല്ലോ. തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം സിമ്മിലിടാം. നമുക്ക് സിമ്മിലിട്ട് കഴിഞ്ഞ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വറ്റി വരുമ്പോഴല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ്. അല്ലെങ്കിൽ പിന്നെ അടുപ്പിലാണെങ്കിൽ അടുപ്പിൽ വെക്കാം. ഇത് ഗ്യാസ് വെച്ചാണിട്ട് ഞാൻ സിമ്മിലെന്ന് പറയണേ. അല്ലെങ്കിൽ അടുപ്പിലാണെങ്കിൽ ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ മെഴുക്കൊക്കെ പൊന്തി വന്ന് നല്ലൊരു രസമായിട്ട് കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്താ പറയുക, നമ്മൾ സാധാരണ തേങ്ങാപ്പാലിൽ വെക്കണ കറി ടേസ്റ്റ് എന്താ പറയുക. അപ്പോൾ ഇതിൽ കൂടെ ഇതും കൂടെ യോജിപ്പിച്ചാൽ, ഈ മസാലക്കൂട്ടിൽ നമ്മളുടെ തക്കാളി സവോള ഒക്കെ റോസ്റ്റ് ചെയ്ത് അതും കൂടി യോജിപ്പിച്ചാൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും. അതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അറിയുന്നുണ്ട്, അതിനും വലുതൊക്കെ ചെയ്യുന്നതിൽ ഞാനൊരു ചെറിയ റെസിപ്പി ചെയ്തതാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും.